അരിഞ്ഞതൊക്കെ മതി. ഇനി ഞാൻ കുറച്ച് തിന്നട്ടെ. ഇപ്പോഴാണ് ശരിക്കും കാട്ടുമുയൽ. എന്തുവാ പറഞ്ഞേ? ഞാൻ കേട്ടില്ല. അല്ല, ഈ ക്യാരറ്റിന് നല്ല മധുരമാണെന്ന് പറയുമായിരുന്നു. അതിന് നീ ക്യാരറ്റ് തിന്നായിരുന്നു? അതിന് ക്യാരറ്റ് തന്നെ തിന്നണമെന്നൊന്നുമില്ല, അതിൻ്റെ കളർ കണ്ടാൽ മനസ്സിലാവും. ഓ, കളർ കണ്ടാ ക്യാരറ്റൊക്കെ മനസ്സിലാവും. കൊള്ളാലോ. നീ അധികമൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. അതെ, ഈ ക്യാരറ്റിൻ്റെ കളർ നോക്കി മധുരമുള്ളതാണോ എന്ന് കണ്ടുപിടിക്കുന്നത് എനിക്കും പഠിപ്പിച്ചു തരുമോ? അത് പഠിപ്പിച്ചു തരാനൊന്നും പറ്റത്തില്ല. അതൊക്കെ പ്രൊഫഷണൽസിനെ അറിയത്തുള്ളൂ. എനിക്കും കൂടെ അറിയാമായിരുന്നെങ്കിൽ അമ്മച്ചിയുടെ പച്ചക്കറി മറിക്കാൻ പോകുമ്പോൾ മധുരമുള്ള ക്യാരറ്റ് തന്നെ പെറുക്കിയെടുത്തേനെ ഞാൻ. ഹലോ, നിങ്ങളവിടെ എത്തിയോ? ഞങ്ങളിവിടെ എത്തി. പിന്നെ രണ്ടുപേരും അവിടെ കിടന്ന് വഴക്കുണ്ടാക്കി ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ വീട് തലതിരിച്ചിട്ടേക്കരുത് കേട്ടല്ലോ. അതെ, ഞങ്ങൾ എപ്പോഴേ അടിയുണ്ടാക്കി വീട് തലകുത്തി വെച്ച് അടിച്ച് പരത്തി പോക്കറ്റിനകത്ത് വെച്ചേക്കുക. എനിക്ക് ഇവനോട് തന്നെ പറയണമായിരുന്നു. ഞാൻ പോയി കിടക്കാൻ പോവാ. എന്നാൽ ശരി, ബൈ. അതായിരിക്കും നല്ലത്. നീ കഴിച്ചില്ലേ? വാ, കോളേജിൽ പോ. ഹായ് മിയാച്ചി ജാനു, അങ്ങോട്ട് ചെല്ലാം. അതെ ഗൗതം, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോവാ. അത് നീ എന്തിനാ എന്നോട് പറയുന്നത്? നിനക്കങ്ങ് പോയാൽ പോരെ? എന്നെ കോളേജ് വരെ കൊണ്ടുവന്നല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. ഹായ് അന്ന, നിനക്ക് സുഖമാണോ? ഇന്നലെ എന്താ നീ കോളേജ് വരാഞ്ഞേ? അത് ഞാൻ നിന്നോട് വിശദമായിട്ട് പറഞ്ഞുതരാം. ഓ, ഈ എന്നു വലിയത്. ഇനിയിപ്പോൾ അവൾ അവൻ്റെ കൂടെ പോവും, കണ്ടോണം. നമ്മളൊന്നും ഇപ്പോൾ വേണ്ടായിരിക്കും. ഓ, അത് ശരിയാ. ഇവനാണെങ്കിൽ എപ്പോൾ വന്നാലും ഇവളുടെ അടുത്ത് സംസാരിക്കുന്നതാണ്. നമ്മളെപ്പോൾ അവളുടെ അടുത്ത് ചെന്നാലും അപ്പം അവിടെ അവനും കാണും. ഇവന് ആണുങ്ങളൊന്നുമില്ലേ കൂട്ട് നടക്കാൻ. എൻ്റെ ഞാൻ ലഞ്ച് ബ്രേക്കിന് ഞാൻ നിൻ്റെ അടുത്ത് പറയാം. ഇപ്പം ഞാൻ അവൾമാരടുത്ത് ചെല്ലട്ടെ. അവൾ ഇങ്ങോട്ടാണല്ലോ വരുന്നേ. എന്തു പറ്റി? അവൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ പോകുന്നില്ലേ? പോകുന്നില്ലെന്ന് തോന്നുന്നു. ഇങ്ങോട്ടാ വരുന്നേ. ഞാൻ വന്നു. എന്താണ് രണ്ടുപേരും ഒരു രഹസ്യം പറച്ചില്? ഇന്ന് നീ അവൻ്റെ കൂടെ പോയില്ലേ? എന്തു പറ്റി? ഇല്ലേ, എന്നും പോയി സംസാരിക്കുന്നതാണല്ലോ. ഇന്ന് ലഞ്ച് ബ്രേക്കിന് സംസാരിക്കാൻ വരുത്തി. അതുപോട്ടെ, ബാക്കി രണ്ടെന്തി നിങ്ങളോടല്ലേ ഇന്ന് വന്നത്? ഓ, അത് പറഞ്ഞപ്പോഴേ ഇന്നലെ ആണ്ട് അവർ രണ്ടുപേരും അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ആഹാ, അർച്ചനയായിരുന്നു വീട്ടിൽ പോയല്ലേ? അർച്ചനയായിരുന്നു വീട്ടിൽ പോയല്ലേ? അപ്പം നിങ്ങൾ തന്നെയല്ലേ ഉള്ളു വീട്ടില്? നീ ചിന്തിച്ച് അവിടെ പോവാ. അവിടം വരെ മതി. ഓ ദൈവമേ, അവളിപ്പോ എന്നെ പ്രസവിപ്പിച്ചേനെ. വാ, നമുക്കിനി ക്ലാസ്സിൽ പോവാം. ഓ, അതാണ് അർച്ചന ഇന്ന് വരാഞ്ഞേ. അവൾ ചിലപ്പോൾ അടുത്ത ആഴ്ച വരത്തുള്ളൂ. നിങ്ങളുടെ മിസ് തന്നു കേട്ട കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാ. എന്നാ ഇതിവിടെ തരാൻ പറഞ്ഞു. എല്ലാവർക്കും നിങ്ങൾ വീതിച്ച് കൊടുക്കണേ. എൻ്റെ ചാരു, നിനക്കൊന്ന് ചിരിച്ചൂടെ? പിന്നെ ചുമ്മാ ഇരുന്നോണ്ട് ചിരിക്കാൻ വട്ടല്ലേ എനിക്ക്. പോടിയൊന്ന്. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പം ഇന്നാളെ നീ ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ, അതെന്തിനാ ചിരിച്ചേ? ഇപ്പം എന്താ ഞാൻ ചിരിക്കാത്തതാണോ നിൻ്റെ കുഴപ്പം? മതിയോ? ഒന്നുകൂടി ചിരിച്ചേ. എനിക്ക് കറക്റ്റായിട്ട് പ്രഷ്യസ് മൂവിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പൊട്ടികളെ, ഒരു മനുഷ്യനെ കളിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ. ഇവളെന്താ നമ്മുടെ ക്ലാസ്സിൽ? ഗൗതം, ഞാൻ എന്നാൽ എൻ്റെ ക്ലാസ്സിലോട്ട് പോവാണേ. അർച്ചന വിളിക്കുവാണെങ്കിൽ ഞാൻ തിരക്കിന്നൊന്ന് പറഞ്ഞേക്കണേ. എന്നാ ശരി. ഹോ, എൻ്റെ ദൈവമേ. രാവിലെ ഞാനും ഇതന്നല്ലേ പറഞ്ഞത്. അപ്പം എന്നെ ചാടിക്കടിക്കാൻ വരുമായിരുന്നല്ലോ. എടി ഒന്ന് ചിരിക്കടി. ആടി ചാനു, ഒന്നുകൂടി ചിരിക്കടി, ഞങ്ങൾക്ക് കാണാനാ. ഓ എടി, നിനക്കൊക്കെ എന്നതാടി കഷ്ടമുണ്ട് ജാനു. ഒന്ന് ചിരിക്കേ, ഞങ്ങൾ എത്ര നേരമായി ചോദിക്കുക. ജാനു ഒന്ന് ചിരിക്കടി. മിയാച്ചി, ജാനു അങ്ങനെ ചിരിക്കണെന്ന് അറിയാവോ? അന്ന, മിയ, സ്റ്റാൻഡപ്പ്. അയ്യോ, മിസ് പിടിച്ച്. എന്താ അവിടെ ഇത്ര ചിരിക്കാൻ? സോറി മിസ്.
രണ്ടും അവിടെ മിണ്ടാതിരുന്നോണം. മിണ്ടാതിരിക്കാമെങ്കിൽ മാത്രം അവിടെ ഇരുന്നാൽ മതി. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. ഇവൻ എന്തിനാ എന്നെ നോക്കുന്നേ? പെട്ടെന്നാകെ മുന്നിൽ ഓരോ നിഴലാടുമ്പോൾ കണ്ടിട്ടോടിടല്ലേ.